കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹൈ എവ്രിവൺ, വെൽക്കം ടു ലേൺവൈസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയറിലുള്ള 5th പേപ്പർ NPC 005 റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്ന പേപ്പറിന്റെ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. ഓക്കെ, നമ്മുടെ എക്സാം എടുക്കാറായി. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേപ്പറിന്റെ എക്സാമിന്റെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത് വെച്ച ആ ഒരു ഇതുണ്ടാവുമല്ലോ, സിലബസ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ച ഏരിയാസ് ഏതൊക്കെ, അതിലേതൊക്കെയാണ് മോർ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ റിസർച്ച് മെത്തേഡ്സ്, സൈക്കോളജിയിലുള്ള റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ. ഓക്കെ, ലാസ്റ്റ് 8 ക്വസ്റ്റ്യൻസ് ടേമിന്റെ എക്സാമിനേഷൻസ്, അതായത് 2021 ജൂൺ മുതൽ കഴിഞ്ഞ ഡിസംബർ വരെയുള്ള എക്സാംസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ്, ആ ഒരു പാറ്റേൺ എങ്ങനെയാണ്, അതുപോലെ നിങ്ങളുടെ ആ ഒരു 4 ബ്ലോക്കുകളിലുള്ള 4 യൂണിറ്റുകൾ, 16 യൂണിറ്റുകളുടെ ഒരു എന്താണ് കൺസെപ്റ്റ് വെച്ചിട്ട് SLMലുള്ള കൺസെപ്റ്റ്സും ഒക്കെ വെച്ചിട്ട് ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ടും വരാൻ ചാൻസ് ഉള്ള ഒരു സിലബസിലുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതിന്റെ അടിസ്ഥാനത്തിലുള്ള 2 ഫുൾ പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റുകളും അതിന്റെ ഒരു ആൻസർ ടൂൾ കിറ്റുമാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഇതുവരെയും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അത്രയും എഫക്റ്റീവ് ആയിട്ടാണോ, അതിലേതൊക്കെ ഭാഗത്തിനാണ് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുന്നോട്ട് നോക്കണ്ടാവുക. സോ ഈ ഒരു ഡെക്കില് പല രീതിക്ക് നമുക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവാം. അതില് ഫസ്റ്റില് നമ്മൾ പറയുന്ന ഒരു പാത്ത് വേ എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് മിനിറ്റ് ഡാഷ്, അതായത് ഏറ്റവും ഇനി ഒരു ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മളൊന്ന് ഇത് പല രീതിയിൽ പഠിച്ചു വെച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ കുറെ എല്ലാം പഠിച്ച് റിവൈസ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാരുണ്ടാവും, റിവിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, പകുതിക്ക് പഠിച്ച് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇല്ല പെട്ടെന്ന് എക്സാം എഴുതി കളയാം, ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ എങ്ങനെയെങ്കിലും മാർക്ക് കിട്ടണം അങ്ങനെ വിചാരിച്ചിട്ട് എഴുതുന്ന ആൾക്കാരുണ്ടാവും, പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പോ ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നോക്കിയാലാണ് നമുക്ക് പാസ് ആവാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു പാത്ത് 1ൽ പറയുന്നത്. ഇതിലെന്താ പറയുന്നത്, ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, സെക്ഷൻ 5. ഈ ഒരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഫയർ ഇമോജി കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ എക്സാമിന് വന്നിരിക്കുന്നത്. they have appeared 3 or more സെഷൻസിൽ വന്നിട്ടുള്ളതാണെന്ന് പറയുന്നത്. ആ ഒരു ഫയർ ഇമോജി കൊടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും പഠിച്ചു വെച്ച് കഴിഞ്ഞാല് നമുക്ക് പാസ് ആവാനുള്ള മാർക്ക് കിട്ടും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഉള്ളത് പാത്ത് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പ്രിപ്പയർ, അതായത് പ്രിപ്പയറർ ഒരു മെറ്റീരിയല് ഹൈ പ്രോബബിലിറ്റി ഏരിയാസ് വെച്ചിട്ട് പഠിക്കുകയാണ്. ഏറ്റവും നന്നായിട്ട് വരുന്ന ഭാഗങ്ങൾ അത് കുറച്ച് മീഡിയം പിന്നെ ലോ എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പൊ അതില് മെറ്റീരിയലായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്, എന്നാൽ ഒരു പ്രോബബിലിറ്റി ഏരിയാസ് നോക്കിയിട്ട് പഠിക്കണം. ഒരു സ്മാർട്ട് മൂവ് ആണ് നടത്തേണ്ടത്. അപ്പൊ അതില് കുറെ ഹൈ ഈൽഡ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, ഇനി അങ്ങോട്ട് കാണാൻ പറ്റും 3 സ്റ്റാർ കൊടുത്തതാണ് ഹൈ ഈൽഡ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സെക്ഷൻ 4 വരുന്ന യൂണിറ്റ് 1, 2, 5, 7, 11, 13, 15 ഈ ഭാഗങ്ങളൊക്കെ കുറച്ചുകൂടി ഹൈ ഈൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യാ, കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിട്ട് അതിലുള്ള ഭാഗങ്ങളൊന്നും മിസ്സാവാതെ ആ രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. ദെൻ പാർട്ട് 3 എന്ന് പറയുന്നത് തറോ സ്കോളർ, മൊത്തത്തിൽ പഠിച്ചു തീർത്തു, നമ്മൾ ആ റാങ്കും ഡിസ്റ്റിങ്ഷനൊക്കെ വാങ്ങിക്കുന്ന
കുട്ടികൾ ആ ഒരു രീതിക്ക് പഠിക്കുന്നതാണ് പാർട്ട് 3 എന്ന് പറയുന്നത് അല്ലെ. കോംപ്രഹെൻസീവ് പ്രിപ്പറേഷൻ ആണ് അല്ലെ. ഫുൾ നോളജ് കിട്ടാൻ അത്രയും നോളജബിൾ ആയിട്ടുള്ള ലേണർ ആ രീതിയിൽ പഠിക്കുന്നതാണ്. അതായത് 16 യൂണിറ്റ്സും തറോ ആയിട്ട് വായിച്ചു, എക്സ്ട്രാ അറ്റൻഷൻ ഈ ഒരു ഹൈ ഈൽഡിന് കൊടുത്തു, മീഡിയം ഈൽഡിന് ഓൾസോ കൊടുത്തു, എല്ലാം റിവൈസ് ചെയ്തു, ആ രീതിയിൽ പോകുന്നതാണ് പാർട്ട് 3. നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്നിന് പെട്ടിരിക്കും അല്ലെ, ഏതെങ്കിലും ഒന്നിൽ എന്തായാലും നമ്മൾ വിട്ടിരിക്കും. അപ്പൊ അത് ഏതാന്നുള്ള രീതിയിൽ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഇനി മുന്നോട്ടേക്ക് പോവുക. നെക്സ്റ്റ് എക്സാം പാറ്റേൺ ആണ്. നമ്മുടെ എക്സാമിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, ഇതുവരെ നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് നോക്കാം. ഒരു ഗ്ലാൻസിൽ നോക്കുന്ന സമയത്ത് ഒരു 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 2 മണിക്കൂറിൽ എക്സാമിനേഷൻ ആണ് നിങ്ങൾക്ക് വരിക. 2 സെക്ഷൻ ആയിട്ടാണ്. സെക്ഷൻ എ 20 മാർക്സ്, അതിൽ 2 ക്വസ്റ്റ്യൻസ് 10 മാർക്ക് ഈച്ച്. സെക്ഷൻ ബി പിന്നെ സെക്ഷൻ സി ഷോർട്ട് എന്നുള്ള രീതിയിലാണ് വരിക. ഓക്കെ, സെക്ഷൻ എയിൽ 450 വേർഡ്സ് ഒക്കെ വേണ്ടുള്ളൂ. പിന്നെ സെക്ഷൻ ബി എന്ന് പറയുന്നത് 24 മാർക്സിന്റെ, അതായത് 4 ക്വസ്റ്റ്യൻസ് ആണ്, 6 മാർക്ക് ഓരോന്നിനും എന്നുള്ള രീതിയിൽ 250 വേർഡ്സ് ഒക്കെ വേണ്ടുള്ളൂ. ഓക്കെ, മീഡിയം ലെങ്ത് ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ സി എന്ന് പറയുന്നത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്, 6 മാർക്ക്, അതായത് 2 ക്വസ്റ്റ്യൻ ഓരോന്നിനും 3 മാർക്ക് വെച്ചിട്ട്. ആൻസർ അപ്രോക്സിമേറ്റ്ലി 100 വേർഡ്സേ വേണ്ടുള്ളൂ, കുറേ അധികം എഴുതാൻ പോകരുത്. ഷോർട്ട് നോട്ട്സ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന് അതൊരു ബ്ലൂ പ്രിന്റിൽ നമ്മുടെ ഈ ഒരു എക്സാം പേപ്പർ നോക്കുകയാണെങ്കിൽ നോക്കിയാൽ 40% എന്താണ് സെക്ഷൻ എ ലോങ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ 48 ഏറ്റവും കൂടുതൽ സെക്ഷൻ ബി മീഡിയം ഡിസ്ക്രിപ്റ്റീവ് ആണ്. സെക്ഷൻ സി ഷോർട്ട് നോട്ട്സ് 12%. ഈ രീതിയിലാണ് അതിന്റെ ഒരു ബ്രേക്ക് ഡൗൺ വരുന്നത്. ഹൈ ഈൽഡ് സിലബസ് മാപ്പ് നേരത്തെ പറഞ്ഞ പോലെ എക്സാമിന് വരുന്ന ഒരു ഫ്രീക്വൻസിന്റെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള ഏരിയാസ് ആണ്. ഓക്കെ, അതിൽ 3 സ്റ്റാർ കൊടുക്കുന്നത് ഹൈ ഈൽഡ് ആണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പിയർഡ് ഇൻ ഓൾമോസ്റ്റ് എവറി സെഷൻ, എല്ലാ സെഷനിലും ഓൾമോസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. പാസ് ആവാൻ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഭാഗങ്ങളാണ് ഹൈ ഈൽഡ് എന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ ഫോർ പാസിംഗ് ആണ്. ദെൻ നെക്സ്റ്റ് മീഡിയം ഈൽഡ് വിച്ച് ഇസ് 2 സ്റ്റാർ അല്ലെ. 2 സ്റ്റാറിന് വരുന്നത് അപ്പിയറൻസ് ഫ്രീക്വന്റ് ആണ്, എന്നാലും കുറച്ചുകൂടി സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ബെറ്റർ സ്കോറിങ്ങിന് വേണ്ടിയിട്ട് അതും പഠിക്കാം. ദെൻ ലോ ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കേഷണലി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, എല്ലായ്പ്പോഴും വരുന്നതല്ല. ഒരു കോംപ്രഹെൻസീവ് കവറേജിന് വേണ്ടി, ഫുൾ കവറേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതും പഠിക്കാം. ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം മീഡിയം ഈൽഡ് നോക്കുക, അതും പഠിച്ചതിന് ശേഷം മാത്രമേ ലോ ഈൽഡ് നോക്കേണ്ടതുള്ളൂ. ഓക്കെ, ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കില് ഫസ്റ്റ് യൂണിറ്റ് ബേസിക് പ്രോസസ് ആൻഡ് കൺസെപ്റ്റ് ഇൻ റിസർച്ച് 10 ആണ് അതിന്റെ ഒരു ഫ്രീക്വൻസി, നമ്പർ ഓഫ് ഫ്രീക്വൻസി. അപ്പൊ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാൽ December 2025 അത് ഹൈ ഈൽഡ് ആണ് അല്ലെ. നെക്സ്റ്റ് സെക്കൻഡ് യൂണിറ്റ് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്റ്റേണൽ ഇന്റേണൽ വാലിഡിറ്റി എക്സ്റ്റേണൽ ഇന്റേണൽ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി, ടൈപ്സ് ഓഫ് വാലിഡിറ്റി ഉണ്ടല്ലോ, അത് 8 ആണ് അതിന്റെ ഫ്രീക്വൻസി. കഴിഞ്ഞ ക്വസ്റ്റ്യന് ചോദിച്ചതാണ്, ഹൈ ഈൽഡ് ആണ് അല്ലെ. ദെൻ തേർഡ് യൂണിറ്റ്സിൽ വാരിയബിൾസ് ആൻഡ് കൺസ്ട്രക്ട്സ് എന്ന് പറയുന്നത് മീഡിയം ഈൽഡ് ആണ്. കഴിഞ്ഞ ജൂൺ എക്സാമിന് ചോദിച്ചതാണ്, കഴിഞ്ഞ ഇതേപോലെയുള്ള 2025 4 ആണ് അതിന്റെ ഫ്രീക്വൻസി. ദെൻ ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ ആൻഡ് സാമ്പിളിംഗ് ആണ്, അതും 4 ആണ് അതിന്റെ ഒരു ഫ്രീക്വൻസി വരുന്നത്. December 2025 ചോദിച്ചതാണ്, മീഡിയം ഈൽഡ് ആണ് അല്ലെ. സെക്കൻഡ് ബ്ലോക്ക് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് യൂണിറ്റ് വിച്ച് സർവേ ആൻഡ് റിസർച്ച് ആണ്. സർവേ റിസർച്ച് 8 ആണ് അതിന്റെ ഒരു ഫ്രീക്വൻസി. December 2025 ചോദിച്ചാണ്, ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് വരുന്ന സെക്കൻഡ് യൂണിറ്റ് എക്സ്പോസ് ഫാക്ടർ റിസർച്ച്, അത് ലോ ഈൽഡ് ആണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി. എക്സ്പോസ് ഫാക്ടർ റിസർച്ച് 3 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ. ആൻഡ് സെക്കൻഡ് ബ്ലോക്കിലെ യൂണിറ്റ് 3 എക്സ്പെരിമെന്റൽ റിസർച്ച്, ഫീൽഡ് എക്സ്പെരിമെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. December 2025 ചോദിച്ചാണ്, ഹൈ ഈൽഡ് ആണ്. ഓക്കെ, ഇനി വരുന്ന 2 കേസ് സ്റ്റഡിയും സിംഗിൾ ഫാക്ടർ ഡിസൈൻ, ഇത് രണ്ടും ലോ ഈൽഡ് ആണ്. ഓക്കെ, അതായത് ബാക്കിയുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതിയാവും. ഏറ്റവും കുറവ് ചോദിച്ചിരിക്കുന്ന ഒരു ഭാഗമാണത്. പിന്നെ വരുന്നത് തേർഡ് ബ്ലോക്കില് ഫാക്ടോറിയൽ ഡിസൈൻ യൂണിറ്റ് 2 7 ആണ് ഫ്രീക്വൻസി. December 2025 മീഡിയം ഈൽഡ് ആണ് അതല്ലേ. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 3 ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈന് 7 ആണ് അതിന്റെ ഒരു ഫ്രീക്വൻസി. കഴിഞ്ഞ ഡിസംബർ എക്സാമിന് ചോദിച്ചതാണ്, ഹൈ ഈൽഡ് ആണ്. ദെൻ ബ്ലോക്ക് 3 4 യൂണിറ്റ്, ഫോർത്ത് യൂണിറ്റ് അതർ ഡിസൈൻസ്, കോറിലേഷൻ ആൻഡ് കമ്പാരറ്റീവ് ഡിസൈൻസ് 6 ആണ് അതിന്റെ ഒരു ഫ്രീക്വൻസി. June 2025 മീഡിയം ഈൽഡ് ആണ്. ദെൻ ഫോർത്ത് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ഇൻക്ലൂഡിംഗ് എത്നോഗ്രഫി, ഇൻട്രൊഡക്ഷൻ ടു ക്വാളിറ്റേറ്റീവ് ഉണ്ടാവും അല്ലെ. ക്വാളിറ്റേറ്റീവിന്റെ
ബ്ലോക്ക് ആണ്. ഇൻക്ലൂഡിങ് എത്തനോഗ്രഫി 8 അതിന്റെ ഒരു ഫ്രീക്വൻസി. കഴിഞ്ഞ ഡിസംബറിൽ ചോദിച്ചതാണ്. ഹൈ yield ആണ് ഇത് വരുന്നത്. Then fourth block, second unit, grounded theory, which is 6 ആണ് അതിന്റെ ഒരു ഫ്രീക്വൻസി വരുന്നത്. ഡിസംബർ 2025 ചോദിച്ചതാണ്. മീഡിയം yield ആണ്. അതുപോലെ തന്നെ തേർഡ് യൂണിറ്റ് ഡിസ്കോഴ്സ് അനാലിസിസ്, അത് 7 ആണ്, ഹൈ yield ആണ്. ഇപ്പൊ കഴിഞ്ഞ ഡിസംബറിന് ചോദിച്ചിട്ടുണ്ട്, ഹൈ yield ആണ്. ദെൻ ഫൈനൽ യൂണിറ്റ് റിപ്പോർട്ടിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് 4 ആണ്, അത് മീഡിയം yield ആണ്. അതായത് അധികം ഹൈ yield അല്ല, മീഡിയം yield ആണ്. കഴിഞ്ഞ ജൂൺ എക്സാമിന് ചോദിച്ചതാണ്. ഓക്കെ, അത് നമ്മളൊരു ഹീറ്റ് മാപ്പിൽ നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. അതിൽ SLM എക്സ് ആക്സിസിൽ വരുന്ന സമയത്ത് SLM യൂണിറ്റ്സും വൈ ആക്സിസിൽ അതിന്റെ ഒരു ഫ്രീക്വൻസിയാണ് വരുന്നത്. അപ്പൊ ആ റെഡ് കാണുന്നതാണ് ഏറ്റവും എന്താ ഹൈ yield, ഓറഞ്ച് കാണുന്ന ഒരു ഗോൾഡൻ ആ ഒരു യെല്ലോ കാണുന്നതാണ് എന്താ മീഡിയം yield, ആൻഡ് ബ്ലൂ കാണുന്നതാണ് എന്താ ലോ yield എന്നുള്ള രീതിയിൽ കൊടുത്തത്. അതിലൊരു യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ നോക്കുന്ന സമയത്ത് ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് ഏതൊക്കെയാണ്? അതിൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് സർവേ റിസർച്ച്, ടൈപ്സ്, മെത്തേഡ്സ്, സ്റ്റെപ്സ്, ബ്ലോക്ക് 2 അല്ലെ, അതാണ് 8 ആണ് അതിന്റെ ഒരു ഫ്രീക്വൻസി അല്ലെ. ദെൻ നമ്പർ ഓഫ് അപ്പിയറൻസ്, ബാക്കിയുള്ളതൊക്കെ 7 ആണ്. ഇതൊക്കെയാ ഫാക്ടോറിയൽ ഡിസൈൻസ്, ടൈപ്സ്, ടേംസ്, ഇന്ററാക്ഷൻ, ഡിസ്കോഴ്സ് അനാലിസിസ്, അപ്രോച്ചസ്, സ്റ്റെപ്സ്, റിലവൻസ്, ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻസ്, ടൈപ്സ്, അഡ്വാൻറ്റേജസ്, എത്തനോഗ്രഫി, അസംഷൻസ്, ടൈപ്സ്, സ്റ്റെപ്സ്. ഇതാണ് ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. ഓക്കെ, അതിൽ ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണല്ലോ വരുന്നത്. സോ ഇതിൽ ഒന്നാമത്തെ വരുന്നത് സർവേ റിസർച്ച് ആണ്. അതിന്റെ 5 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 2 ആണ് അതിന്റെ മോസ്റ്റ് റിപ്പീറ്റഡ് കാണുന്നത്. അതിൽ ഫയർ ഇമോജി കൊടുത്തതാണ് മോസ്റ്റ് റിപ്പീറ്റഡ് വരുന്നത്. അതിൽ ഡിസ്കസ് ദ വാരിയസ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ സർവേ റിസർച്ച്, then define survey research and explain the different types of survey research. ഇത് രണ്ടുമാണ് അതിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നത്. ബാക്കിയുള്ളത് കൂടെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ്? ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ കണ്ടക്ടിങ് സർവേ റിസർച്ച്, ഡിസ്കസ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സർവേ റിസർച്ച്. സോ ഇതിന്റെ ഒക്കെ ആൻസേഴ്സ് നമ്മളുടെ PYQUA ബുക്ക്ലെറ്റിൽ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. എങ്ങനെയാണ് ഏത് രീതിയിൽ എക്സാമിന് എഴുതിയാലാണ് ഇതിന് ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതും അതിനൊരു ആൻസേഴ്സ് നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് ഫാക്ടോറിയൽ ഡിസൈൻസ്. അതിലൊന്നും ഫയർ ഇമോജി കൊടുത്തതായിട്ടില്ല, എല്ലാം ഇമ്പോർട്ടന്റ് ആണ് പറയാം. അപ്പോൾ അതിൽ എന്തൊക്കെയാണുള്ളത്? എക്സ്പ്ലെയിൻ ദ കീ ടേംസ് റിലേറ്റഡ് ടു ഫാക്ടോറിയൽ ഡിസൈൻ, elucidate the main effect and interaction effect in a factorial design with suitable examples. എക്സാമ്പിൾസ് വരുന്ന സമയത്ത് നമ്മൾ ലൈവ് സെഷൻസിലൊക്കെ റിയലിസ്റ്റിക് അപ്പാർട്ട് ഫ്രം ടെക്സ്റ്റ് ബുക്ക് വേറെയും കുറെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. എക്സ്പ്ലെയിൻ സിമ്പിൾ 2-factor ഡിസൈൻ വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഡിസ്കസ് വിത്തിൻ സബ്ജക്ട് ഡിസൈൻ. ഇതൊക്കെയാണ് ഫാക്ടോറിയൽ ഡിസൈനിൽ വരുന്നത്. ഇതിന്റെയും സെയിം സ്കോറിംഗ് ഫ്രെയിം വർക്കും ആൻസേഴ്സും ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ബേസിക് പ്രോസസ്, കൺസെപ്റ്റ് ഇൻ റിസർച്ച് ആണ് നെക്സ്റ്റ്. അതിൽ 2 മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. എക്സ്പ്ലെയിൻ സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ്, ഡിസ്ക്രൈബ് ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് റിസർച്ച്. നെക്സ്റ്റ് വരുന്നത് ഡിസ്കസ് ഒബ്ജക്ടിവിറ്റി, സേഫ്ഗാർഡ്സ് ഇൻ റിസർച്ച് പ്രോസസ്, ഡിസ്കസ് ദ റിസർച്ച് ബയാസസ് ദാറ്റ് ക്യാൻ അഫക്ട് ദ റിസർച്ച് പ്രോസസ്. ഇതിന്റെ ഒക്കെ ആൻസേഴ്സ് നമ്മുടെ അവൈലബിൾ ആണ്, ആപ്പിൽ അവൈലബിൾ ആണ്, ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി. അതിൽ ഡിഫൈൻ റിലയബിലിറ്റി, ഡിസ്കസ് ദ മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റിംഗ് റിലയബിലിറ്റി. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ വാരിയസ് ടൈപ്സ് ഓഫ് വാലിഡിറ്റി. നെക്സ്റ്റ് ഡിഫൈൻ വാലിഡിറ്റി, എക്സ്പ്ലെയിൻ ദ വാരിയസ് ത്രെറ്റ്സ് ടു ഇന്റേണൽ വാലിഡിറ്റി. ഓക്കെ, നെക്സ്റ്റ് വാരിയബിൾസ് ആൻഡ് കൺസ്ട്രക്ട്സ് ആണ്. അതിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് variables. What is the similarity and distinction between a concept and a construct? Explain the various types of constructs. Then explain extraneous and confounded variables. Extraneous and confounded examples നമ്മൾ ലൈവ് സെഷൻസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ ആൻഡ് സാമ്പിളിംഗ്. ഹൈപ്പോത്തസിസ് ഫോർമുലേഷനും സാമ്പിളിംഗിലും എന്തൊക്കെ വരുന്ന? ഡിസ്കസ് ദ പോസിബിൾ ഡിഫിക്കൽട്ടീസ് ഇൻ ഫോർമുലേഷൻ ഓഫ് എ ഗുഡ് ഹൈപ്പോത്തസിസ്. ഡിഫിക്കൽട്ടീസ് ആണ് ചോദിച്ചിരിക്കുന്നത്, കുറച്ച് ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, നമ്മളതൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എക്സ്പ്ലെയിൻ ദ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്നോബോൾ ആൻഡ് പെർപ്പസീവ് സാമ്പിളിംഗ് ടെക്നിക്സ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ
ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതല്ലാണ്ട് കുറച്ചുകൂടെ റിയലിസ്റ്റിക് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് അല്ലെ ക്ലാസ്സും നമ്മളുടെ ഇതിന്റെ ഒക്കെ എക്സാമ്പിൾസ് ആൻസേഴ്സ്. സോ അതർ ഡിസൈൻസിൽ വരുന്ന കോറിലേഷണൽ ആൻഡ് കമ്പാരറ്റീവ് ഡിസൈൻസിൽ വരുന്നത് എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ കോറിലേഷണൽ ഡിസൈൻ, ഡിസ്കസ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്. Give a comparative analysis of causal, comparative, and correlational research design. Compare causal, comparative, and experimental design. Discuss the methods of evaluation of causal, comparative design. Next, introduction, including ethnography. Explain ethnography as a research method. Discuss assumptions and steps in ethnography. Discuss the types of ethnographic research. Differentiate between qualitative and quantitative research. Then discourse analysis ആണ്. അതിൽ 3 questions ആണ് വരുന്നത്. Explain the approaches and steps in discourse analysis, which is most repeated question. Okay. Then discuss the assumptions and approaches of discourse analysis. Explain the concept and implications of content analysis. Next, experimental research ആണ്. Field experiment കൂടെ ഉണ്ടായില്ല അല്ലെ. Then explain the objectives of research design. Discuss ടൈപ്സ് ഓഫ് എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ. അതാണ് കുറച്ചുകൂടി നമ്മുടെ റിസർച്ച് ടോപ്പിക്സിൽ മൊത്തത്തിൽ വരുമ്പോൾ ഒരു കുറച്ചൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന ഒരു ഭാഗമാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ. നമ്മളത് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. വിച്ച് ഇസ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ലേ. ദെൻ വാട്ട് ഇസ് ഫീൽഡ് എക്സ്പെരിമെന്റ്? എലിസിഡേറ്റ് ദ സ്റ്റെപ്സ് ഇൻ കണ്ടക്ടിങ് ഫീൽഡ് എക്സ്പെരിമെന്റ്. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുന്നത്. എന്തായാലും പഠിച്ചു വെക്കേണ്ട ഭാഗങ്ങളാണ് അതൊക്കെ. നെക്സ്റ്റ്, ഇതിന്റെയൊക്കെ ബേസിൽ നമ്മൾ 2 പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 2 എണ്ണത്തിന്റെ ഫുൾ ആൻസേഴ്സും നമ്മളുടെ ആപ്പിൽ ഇൻസൈഡ് ദ ലേൺവൈസ് അവൈലബിൾ ആണ് കേട്ടോ. ലേൺവൈസ് ആപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്, ചെക്ക് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് സെറ്റ് എ, ഹൈ പ്രോബബിലിറ്റി പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് നോക്കാം. 2 hours ആണ് എക്സാമിന്റെ ഒരു ടൈം എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ എയില് define reliability, discuss the methods of estimating reliability with suitable examples. Then second question, discuss the goals, methods and steps of grounded theory. Explain the types of coding. രണ്ടും ഉണ്ടല്ലേ. അപ്പോൾ രണ്ടിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും മാർക്ക് കൊടുക്കുക. ഗോൾസ്, മെത്തേഡ്സ്, സ്റ്റെപ്സ്, ഗ്രൗണ്ടഡ് തിയറിന്റെ 5 മാർക്ക്, ടൈപ്സ് ഓഫ് കോഡിംഗ് 5 മാർക്ക്. ആ രീതിയിലാണ് അത് കൊടുക്കുക. Then third question, explain types of quasi-experimental design. Discuss the advantages and disadvantages of quasi-experimental design. ഒരുപാട് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈനിന്റെ ടൈപ്സ് എത്ര ഉണ്ടെന്ന് നമുക്കറിയാലേ, 10 എണ്ണം ഉണ്ട്. സോ ഇത് എല്ലാം എഴുതുകയും ചെയ്യണം. അതിന്റെ എക്സാമ്പിൾസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും. എക്സ്പ്ലെയിൻ ആണ് പറഞ്ഞിട്ടുള്ളത്. മുന്നേ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എല്ലാം കൂടെയാണ് എഴുതേണ്ടത്. അപ്പൊ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എഴുതാൻ മറന്നു വരുത്. മറ്റത് ഒരുപാട് എഴുതി കഴിഞ്ഞാൽ, കാരണം അപ്പൊ നമുക്ക് അതിന്റെ മാർക്ക് കിട്ടൂല. കുറെ ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ മാത്രം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് ചോദിച്ച ചോദ്യത്തിന്റെ ഇത് നമ്മൾ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്ക് അവിടെ അത് പോകും അല്ലെ. അപ്പൊ നമ്മുടെ പേപ്പർ, നമ്മുടെ വേർഡ് ലിമിറ്റ്, അതുപോലെ തന്നെ എഴുതാനുള്ള കണ്ടന്റ്, ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. എക്സ്പ്ലെയിൻ അപ്രോച്ചസ് ആൻഡ് സ്റ്റെപ്സ് ഇൻ ഡിസ്കോഴ്സ് അനാലിസിസ്. ഇനി പ്രാക്ടീസ് സെറ്റ് എ, ഹൈ പ്രോബിലിറ്റിന്റെ ബാക്കിയുള്ളത് സെക്ഷൻ ബി ആണ്. ഡിസ്കസ് വാരിയസ് ത്രെറ്റ്സ് ടു ഇന്റേണൽ വാലിഡിറ്റി. Describe the steps involved in conducting survey research. Explain assumptions and steps in ethnography. Compare causal, comparative and correlational research design. Compare ചെയ്യാനാണ് പറയുന്നത്. Next, explain the main effect and interaction effect in factorial design with examples. Objectivity safeguards in research process. Strength, weakness of field experiment. Types of longitudinal study. ഇത് 3 മാർക്കിൻ്റെതാണ് അല്ലെ. സെക്ഷൻ സി ആണ്. അതിലേതെങ്കിലും 2 ആൻസർ ചെയ്താൽ മതി. നെക്സ്റ്റ്, പ്രാക്ടീസ് സെറ്റ് ബി ആണ്. അത് സർപ്രൈസ് റെഡി പേപ്പർ അല്ലെ. അതിന്റെയും ആൻസേഴ്സ് ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. എങ്ങനെ എഴുതണ്ടെന്നും കൂടെ അതിലുണ്ടാവും. സെക്ഷൻ എ, ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ്. സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എക്സ്പോസ് ഫാക്ടർ റിസർച്ച് ആൻഡ് എക്സ്പെരിമെന്റൽ റിസർച്ച്. ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻ എക്സ്പോസ് ഫാക്ടർ റിസർച്ച്. എക്സ്പോസ് ഫാക്ടർ റിസർച്ചിൻ്റെതാണ്, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. Next, third, elucidate the main effect and interaction effect in factorial design with suitable examples. അപ്പുറത്തും ഇപ്പുറത്തും വന്നിട്ടുണ്ട് കേട്ടോ. പ്രാക്ടീസ് സെറ്റ് എയിലും പ്രാക്ടീസ് സെറ്റ് ബിയിലും ആണ്. Then fourth question, explain ethnography as a research method. Discuss the assumptions, types, steps. എല്ലാം എഴുതണം, എന്നാൽ മാത്രമേ നമുക്ക് 10 മാർക്ക് കിട്ടുള്ളൂ. Then next, continue ചെയ്യുമ്പോൾ
Fifth question, explain the different types of variables. Define survey research and explain its types. Explain non-probability sampling methods. Discuss the steps in discourse analysis and its relevance. Next section B, last question, explain the steps. Steps of analyzing data in qualitative research. Last section 3 മാർക്കിൻ്റെത് ക്രൈറ്റീരിയ ഫോർ എ ഗുഡ് റിസർച്ച് ഡിസൈൻ, എക്സ്ട്രീനിയസ് ആൻഡ് കൺഫൗണ്ട് വേരിയബിൾസ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, എക്സാമ്പിൾസ് ഒന്നും എഴുതണ്ട, എന്താണ് എക്സ്ട്രീനിയസ് ആൻഡ് കൺഫൗണ്ട് വേരിയബിൾ എന്ന് മാത്രം എഴുതിയാൽ മതി. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എഴുതുമ്പോൾ 100 വേർഡ്സ് ആവും. നെക്സ്റ്റ് റിലവൻസ് ഓഫ് ഗ്രൗണ്ട് തിയറി. അത് നമ്മൾ എക്സാമ്പിൾസ് എഴുതണമെങ്കിൽ അത്രയും കുറവേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. 100 വേർഡ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ. 100 വേർഡ്സേ ഇതിന് ആവശ്യമുള്ളൂ. 3 മാർക്കിന്റെ ആണ്. ഓക്കെ, അത് ഓർമ്മ വേണം. ബാക്കിയുള്ളൊന്നും എഴുതാണ്ട് 3 മാർക്കിന്റെ വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല. 10 മാർക്കിന്റെ 6 മാർക്കിന്റെ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഈ സെക്ഷൻ മാത്രമേ വിട്ടുപോകാൻ പാടുള്ളൂ. വിട്ടു പോവരുത്. എങ്ങാനും വിട്ടു പോവുകയാണെങ്കിൽ, മിസ്സായി പോവുകയാണെങ്കിൽ ഈ സെക്ഷൻ മാത്രമേ വിട്ടുപോകാവൂ, മറ്റത്തൊന്നും വിട്ടുപോകരുത് കേട്ടോ. ആദ്യം വലിയ എസ്സേ എഴുതുക, പിന്നീട് ഏറ്റവും ലാസ്റ്റ് സെക്ഷൻ സി തൊടേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ദെൻ ഇതിന്റെയൊക്കെ ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് ആണ്. അതിൽ ഫ്രെയിം വർക്ക് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു എസ്സേ നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു 20 മാർക്കിന്റെ എസ്സേ ആണ് ഇവിടെ പറയുന്നത്. നമുക്ക് 10 മാർക്കിന്റെ ഉള്ളൂ. നേരെ പകുതി നോക്കിയാൽ മതി. ഇൻട്രൊഡക്ഷൻ, ഒരു കൺക്ലൂഷൻ, ഒരു ബോഡി, ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ, ആ രീതിയിലാണ് വരിക. അപ്പൊ ആദ്യം നമ്മളൊരു എസ്സേ എഴുതുന്ന സമയത്ത് നമ്മൾ SLM വായിക്കുന്ന ഒരു എസ്സേ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ആദ്യം നമ്മളത് എന്താണ്, അതിന്റെ ഒരു കീ കൺസെപ്റ്റ് എന്താണ്, എന്തുകൊണ്ടാണ് അത് മാറ്റർ ചെയ്യുന്നത്, സ്കോപ്പ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു 2-3 സെന്റൻസിൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കും. പിന്നെ ബോഡി, കണ്ടന്റ് എന്താണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. പറ്റുമെങ്കിൽ ഓരോ പോയിന്റ്, ടോപ്പിക്, ഹെഡിങ്സ് ഒക്കെ വെച്ചിട്ട് എഴുതുക. റിയലിസ്റ്റിക് സെനാറിയോയിൽ നിന്ന് എടുത്തിട്ടുള്ള എക്സാമ്പിൾസ്, നമ്മൾ ലൈവ് സെഷൻസിലൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾസ് ഒക്കെ എടുത്ത് എഴുതാം. ദെൻ കൺക്ലൂഷൻ, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഒരു എസ്സേ എന്ന് പറയുന്നത്, അതിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ ഒരു മോഡൽ റിലവൻസ്, എന്നിട്ട് നല്ല രീതിയിൽ ക്ലോസ് ചെയ്യാം. ഇതാണ് അതിന്റെ ഒരു ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഒരു തിയറി ഡിസ്കഷൻ ആൻസേഴ്സ്, സ്ട്രക്ചറിങ് തിയറിയും ഡിസ്കഷൻ ആൻസേഴ്സ് നോക്കുന്ന സമയത്ത് തിയറി ബേസ്ഡ് ആൻസേഴ്സ് നമുക്കറിയാം എന്തൊക്കെ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. തിയറി ഡിഫൈൻ ചെയ്യുക, ഏറ്റവും ബെറ്റർ അതിന്റെ ഒരു ഓഥർ ആരാണ് ആ ഒരു തിയറിയുടെ പിറകിലുള്ളത്, എപ്പോഴാണ്, എന്താണ് തിയറി, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. 4 കമ്പണൻസ്. റിസർച്ച് മെത്തേഡ്സിൽ പ്രത്യേകിച്ച് SLM കാര്യങ്ങൾ അതേ ടേംസ് എന്ത് ചെയ്യുക, ഇൻ ടേംസ് ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത്, ലിമിറ്റേഷൻസ്, ക്രിറ്റിസിസംസ് ഉണ്ടെങ്കിൽ അത്, മോഡേൺ പ്രാക്ടീസ്, റിലേറ്റഡ് തിയറീസ് ഒക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്കസ് വേഴ്സസ് എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത്, ഡിസ്കസ്, എക്സ്പ്ലെയിൻ, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ഉണ്ടാവുക. ഇതെല്ലാം ഒരേപോലത്തെ ക്വസ്റ്റ്യൻ അല്ല അവർ ഉദ്ദേശിക്കുന്നത്, ആൻസേഴ്സ് അല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഡിസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബാലൻസ്ഡ് അനാലിസിസ് ആണ്. ഇൻഡെപ്ത് പോകേണ്ട ആവശ്യമില്ല. പല മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്, പല വ്യൂ പോയിന്റ്സിൽ നിന്നുള്ള പ്രസന്റേഷൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു പ്രോസ്, കോൺസ്, അതിന്റെ ഒരു ലിമിറ്റേഷൻസ്, ട്രേഡ് ഓഫ്സ്, ക്രിറ്റിസിസംസ് എന്തൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഇവിടെ ഡിസ്കസിൽ കൊടുക്കാം. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് വളരെ ഡീപ്പ് ആൻഡ് ഡെപ്ത് ക്ലാരിറ്റിയിൽ വരുന്നതാണ്. കമ്പോണൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു കമ്പോണൻസ് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്ട് ചെയ്യുന്നത്, ഈ രീതിയിലൊക്കെയാണ് എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ എഴുതേണ്ടത്. സോ എക്സ്ട്രീം പൊസിഷൻസിൽ ഡിസ്കസ് എന്ന് പറയുന്നതിന് എഴുതേണ്ട ആവശ്യമില്ല. ഡിസ്കസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ട്രേഡ് ഓഫ്സ്, അതിന്റെ ക്രിറ്റിസിസംസ്, എങ്ങനെയൊക്കെയാണ് ഈ തിയറി വന്നത്, ഈ തിയറിക്ക് എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഓക്കെ. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ളത് ആ രീതിക്ക് പോകാം. ഇവിടെ നമ്മളൊരു സജഷൻ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ 5 മിനിറ്റ്സിൽ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ശ്രദ്ധയോടെ വായിക്കുന്നു. ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് 30 മിനിറ്റ്സ് നല്ല വൃത്തിയിലിരുന്ന് എഴുതുകയാണ്. ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ഒക്കെ പറഞ്ഞിട്ട് 6 മിനിറ്റ്സിൽ ലാസ്റ്റ് നമ്മൾ എന്തെങ്കിലും ക്ലാരിറ്റി, എന്തെങ്കിലും മിസ്സിംഗ് വേർഡ്സിന്റെ കറക്ഷൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് റിവ്യൂ ചെയ്യും. പിന്നെയുള്ള 15 മിനിറ്റ്സ് പിന്നെയും ഒന്നുകൂടെ റിവ്യൂ ചെയ്യാനാണ്. ഓൾ ആൻസേഴ്സ് റിവ്യൂ ചെയ്യും. സ്മോൾ കറക്ഷൻസ് എഴുതിയാൽ മതി, മാറ്റി എഴുതാൻ നിൽക്കരുത്, സമയം ഉണ്ടാവില്ല. സോ നമുക്ക് നമ്മുടെ ആപ്പില് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാണ്. നമ്മുടെ ഇൻസൈഡ് ലേൺ വൈസിൽ പോയി കഴിഞ്ഞാൽ ഫുൾ നമ്മളിപ്പോ പറഞ്ഞതിന്റെ ഓരോ പ്രാക്ടീസ് സെറ്റ് എന്റെയും ബിന്റെയും ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോഡൽ ആൻസേഴ്സ് അവിടെ ഉണ്ട്. PYQA ബുക്ക്ലെറ്റ്, കംപ്ലീറ്റ് ആൻസർ ബ്ലൂ പ്രിന്റ്സ് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് പേഴ്സണലൈസ്ഡ് ഗൈഡൻസ്, ആൻസർ പ്രസന്റേഷൻ, എങ്ങനെ എക്സാമിന്
എക്സാം സ്ട്രാറ്റജീസ് ഒക്കെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് നമുക്ക് അവിടെ ഉണ്ട്. ആക്സസ് ടു അഡീഷണൽ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സും നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ചെയ്യാത്ത ഒരു സ്റ്റുഡന്റ് ആണ് ഈ ഒരു സെഷൻ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എൻറോൾ ചെയ്യാം. ലേൺ വൈസിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൾ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്താൽ മതിയാവും. വൺസ് നമ്മൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതിന്റെയാണ് ഒരു കാണിക്കുന്നത്. ഫുൾ വർക്ക് ആൻസേഴ്സ്, പ്രാക്ടീസ് സെറ്റ് എയുടെയും ബിയുടെയും, അതുപോലെ തന്നെ നമ്മുടെ PYQ ബുക്ക്ലെറ്റ്, ഡീറ്റെയിൽഡ് ആൻസർ ബ്ലൂ പ്രിന്റ്സ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യന്റെയും ഉണ്ടാവും. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സ്, ഇതല്ലാണ്ട് ലേറ്റസ്റ്റ് സെഷൻസിന്റെ എക്സ്ട്രാ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ഗൈഡൻസ് അല്ലെ, ആൻസർ പ്രസന്റേഷൻ സ്കോറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് നമുക്കുണ്ട്. ഇൻഡിവിജ്വൽ മെന്റർ സപ്പോർട്ട് ഉണ്ട്, എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാനുള്ള ഒരു മെന്റർ സപ്പോർട്ട് നമുക്കുണ്ട്. പിന്നെ ലേൺ വൈസ് അഡ്വാൻസ്ഡ് ലേണിംഗ് എക്കോ സിസ്റ്റത്തിന്റെ ഒരു ആക്സസ് നമുക്ക് കിട്ടാണ്. ലേൺ വൈസ് ഫാമിലിയിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ആവും. സോ നിങ്ങൾക്ക് എൻറോൾ ചെയ്യണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും. നമ്മുടെ ടീം നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ദ സെഷൻ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. ബൈ ബൈ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.